ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെ, ക്വസ്റ്റ്യൻ വേർഡ്സ്. അത് എല്ലാ ഭാഷയിലും ഉണ്ട്, നമ്മുടെ ഭാഷയിലും ഉണ്ട്. ഞാൻ ആരെ സഹായിക്കണം, ആര് സഹായിക്കണം, അല്ലെങ്കിൽ എവിടെ ഞാൻ പോകണം, എപ്പോൾ ഞാൻ പോകണം. അപ്പൊ എവിടെ, എപ്പോൾ, ആര്, എന്തിന്, എങ്ങനെ, അങ്ങനെയുള്ള വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചോദ്യവാക്കുകൾ, ക്വസ്റ്റ്യൻ വേർഡ്സ്. ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. നമ്മൾ അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് വൈ, വൈ, എന്തുകൊണ്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്തിന്, കാരണം ചോദിക്കുകയാണ്. എന്തിന് ഞാൻ വരണം, എന്തിന് ഞാൻ വരണം, എന്തുകൊണ്ട് ഞാൻ വരണം, എന്തുകൊണ്ട് ഞാൻ വരണം. ഇതൊക്കെ പഴയ ലിപിയാണ് കേട്ടോ. എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന്, വൈ എന്നുള്ളത്. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട്, വൈ ഷുഡ് ഐ ഹെൽപ്പ്, ഞാൻ എന്തിന് സഹായിക്കണം, എന്തിന് ഞാൻ സഹായിക്കണം, കാരണം ചോദിക്കണേ. വൈ ഷുഡ് ഐ ഹെൽപ്പ്, ഞാൻ എന്തിനാ സഹായിക്കേണ്ടത്, വൈ ഷുഡ് ഐ ഹെൽപ്പ്, ഞാൻ എന്തിന്. നമുക്ക് ഞാൻ ഇവിടെയും വയ്ക്കാം, ഞാൻ ഇടയ്ക്കും വയ്ക്കാം. ഇംഗ്ലീഷിൽ പറ്റില്ല, അതിന്റെ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഘടനയുണ്ട്, അത് ഉപയോഗിക്കും. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. ചോദ്യം ചോദിക്കുന്ന രീതി ഇംഗ്ലീഷിൽ വെർബിന്റെ ആദ്യ ക്രിയയുടെ ആദ്യ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിടുന്നു, പിന്നെ വൈ വയ്ക്കുന്നു. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന്. പിന്നെ വൈക്ക് ഒരു പ്രത്യേകത ഉള്ളത്, നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വൈ ഉപയോഗിക്കും. വെൻ അങ്ങനെയൊന്നും നമ്മൾ വെന്നിന്റെ കൂടെയൊക്കെ സാധാരണ ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കും. വെൻ കാണ്ട് ഐ ഗോ, അല്ലെ ഹൗ കാണ്ട് ഐ ഗോ, വേർ കാണ്ട് ഐ ഗോ, അങ്ങനെയൊന്നും ചോദിക്കാറില്ല. വൈ ചോദിക്കും, ഹൂ ചോദിക്കും നെഗറ്റീവ് ചോദ്യങ്ങൾക്ക്. അപ്പൊ അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് കാണാം. അപ്പൊ ക്വസ്റ്റ്യന്റെ പാറ്റേൺ അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ സഹായിക്കണം, ഐ ഷുഡ് ഹെൽപ്പ്, ഐ ഷുഡ് ഹെൽപ്പ്. ചോദ്യം, ഞാൻ സഹായിക്കണോ. അപ്പൊ ഷുഡ് ഐ ഹെൽപ്പ്, ഷുഡ് ഐ ഹെൽപ്പ്, എന്തിന് ഞാൻ സഹായിക്കണം, ഞാൻ എന്തിനാ സഹായിക്കേണ്ടത്, അല്ല ഞാൻ കാരണം ചോദിക്കുക, എന്തുകൊണ്ട് ഞാൻ സഹായിക്കണം. അപ്പൊ വൈ മുമ്പിൽ കൊണ്ടെന്ന് വെച്ചാൽ മതി. ഷുഡ് അതുപോലെ മുൻപിൽ തന്നെ കിടക്കണം. വൈ ഷുഡ് ഐ ഹെൽപ്പ്, ഞാൻ എന്തിന് സഹായിക്കണം, വൈ ഷുഡ് ഐ ഹെൽപ്പ്. ഞാൻ എന്തിന് സഹായിക്കണം, വൈ ഷുഡ് ഐ ഹെൽപ്പ്. ഞാൻ എന്തിന് പഠിപ്പിക്കണം, വൈ ഷുഡ് ഐ ടീച്ച്. വൈ ഷുഡ് ഐ കോൾ, ഞാൻ എന്തിനു വിളിക്കണം, എന്തുകൊണ്ട് ഞാൻ വിളിക്കണം, കാരണം ചോദിക്കണം, ഞാൻ എന്തിനാ വിളിക്കേണ്ടത്, വൈ ഷുഡ് ഐ കോൾ. വൈ ഷുഡ് ഐ ഇൻവൈറ്റ്, വൈ ഷുഡ് ഐ ഇൻവൈറ്റ്. ഞാൻ എന്തിന് ക്ഷണിക്കണം, വൈ ഷുഡ് ഐ ബ്രിങ്, ഞാൻ എന്തിന് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ കൊണ്ടുവരണം. രണ്ട് വാക്കുകൾ നമ്മൾ മലയാളത്തിൽ പറയും, കാരണം ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ വൈ ഷുഡ് യു ഹെൽപ്പ്, നമ്മൾ എന്തിനു സഹായിക്കണം. വൈ ഷുഡ് യു ടീച്ച്, എന്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കണം. വൈ ഷുഡ് വി കോൾ, എന്തുകൊണ്ട് നമ്മൾ വിളിക്കണം, അല്ല എന്തിനു നമ്മൾ വിളിക്കണം, കാരണം ചോദിക്കണം. കാരണമാണ് ഇവിടെ വൈ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈ ഷുഡ് വി ഇൻവൈറ്റ്, നമ്മൾ എന്തിനു ക്ഷണിക്കണം, നമ്മൾ എന്തിനാ അവനെ ക്ഷണിക്കണം. വൈ ഷുഡ് വി ഇൻവൈറ്റ് ഹിം, വൈ ഷുഡ് വി ഇൻവൈറ്റ് ഹിം, എന്തിനാണ് നമ്മൾ അവനെ ക്ഷണിക്കുന്നത്, വൈ ഷുഡ് ഇൻവൈറ്റ് ഹിം. വൈ ഷുഡ് വി ബ്രിങ്, വൈ ഷുഡ് വി ബ്രിങ്, എന്തിനു നമ്മൾ എന്തിനെ പുസ്തകങ്ങൾ കൊണ്ടുവരണം. വൈ ഷുഡ് വി ബ്രിങ് ദീസ് ബുക്സ്, ഈ പുസ്തകങ്ങൾ എന്തിനു നമ്മൾ കൊണ്ടുവരണം. വൈ ഷുഡ് വി ബ്രിങ് ദീസ് ബുക്സ്, ബാക്കിയെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കുക. ദീസ് ബുക്സ് എന്നോ, എന്തിനു നമ്മൾ ഇന്ന് ഈ പുസ്തകങ്ങൾ കൊണ്ടുവരണം. വൈ ഷുഡ് വി ബ്രിങ്, വൈ ഷുഡ് വി ബ്രിങ്, വൈ ഷുഡ് വി ബ്രിങ് ദീസ് ബുക്സ് ടുഡേ, അല്ലെ. അതെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. നമുക്ക് മലയാളത്തിൽ നമുക്ക് ആദ്യമൊക്കെ പറയും ഈ പുസ്തകങ്ങൾ എന്തിനു കൊണ്ടുവരണം, അല്ലെ നമ്മൾ എന്തിനു ഈ പുസ്തകങ്ങൾ കൊണ്ടുവരണം, അതിനൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. പക്ഷെ ഇംഗ്ലീഷിൽ നമുക്ക് ഇതേ പാറ്റേൺ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വൈ ഷുഡ് വി ബ്രിങ്. അതുപോലെ വൈ ഷുഡ് യു ഹെൽപ്പ്, നീ എന്തിനെ സഹായിക്കണം, നീ എന്തിനാ അവരെ സഹായിക്കണം. വൈ ഷുഡ് യു ഹെൽപ്പ് ദം, വൈ ഷുഡ് യു ഹെൽപ്പ് ദം, നീ എന്തിനാ അവരെ, ദം അല്ലെ. വൈ ഷുഡ് യു ഹെൽപ്പ് ദം. വൈ ഷുഡ് യു ടീച്ച് ദം, നീ എന്തിനാ അവരെ പഠിപ്പിക്കണം. വൈ ഷുഡ് യു കോൾ ദം, നീ എന്തിനാ അവരെ വിളിക്കണം, എന്തിനാ നീ അവരെ വിളിക്കുന്നത്, നീ അവരെ വിളിക്കണം. വൈ ഷുഡ് യു കോൾ. വൈ ഷുഡ് യു ഇൻവൈറ്റ്, നീ എന്തിനാ അവരെ ക്ഷണിക്കണം. വൈ ഷുഡ് യു ഇൻവൈറ്റ് ദം. വൈ ഷുഡ് യു ബ്രിങ് ദം, നീ എന്തിനാ അവരെ കൊണ്ടുവരണം. അവരെന്തിനെ സഹായിക്കണം, അവർ, ദേ. വൈ ഷുഡ് ദേ ഹെൽപ്പ്, എന്തിനാ അവര് സഹായിക്കണം. വൈ ഷുഡ് ദേ ടീച്ച്, അവരെന്തിനെ പഠിപ്പിക്കണം. വൈ ഷുഡ് ദേ കോൾ, എന്തിനാ അവര് വിളിക്കണം. വൈ ഷുഡ് ദേ ഇൻവൈറ്റ്, എന്തിനാ അവരെ ക്ഷണിക്കണം. വൈ ഷുഡ് ദേ ബ്രിങ്, എന്തിന് അവർ കൊണ്ടുവരണം. അപ്പൊ ഇതിന്റെ അപ്പുറം വേറെ ഏതെങ്കിലും വാക്ക് ഉപയോഗിക്കാം. വൈ ഷുഡ് ദേ ബ്രിങ് അസ്, എന്തിന് അവർ നമ്മളെ കൊണ്ടുവരണം.
ഇങ്ങനെയൊക്കെ നമുക്ക് വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈയുടെ നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ, വൈ ക്യാൻ ഐ ഗോ, അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് എന്തുകൊണ്ട് സഹായിച്ചുകൂടാ, എന്തുകൊണ്ട് എനിക്ക് സഹായിച്ചുകൂടാ, എന്തുകൊണ്ട് എനിക്ക് സഹായിച്ചുകൂടാ, വൈ കാണ്ട് ഐ ഹെൽപ്പ്, വൈ കാണ്ട് ഐ ഹെൽപ്പ്, എന്തുകൊണ്ട് എനിക്ക് സഹായിച്ചുകൂടാ, എന്തുകൊണ്ട് എനിക്ക് സഹായിച്ചുകൂടാ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അതിന് വൈ ഇവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഒക്കെ പറയാൻ പറ്റും. വൈ കാണ്ട് ഐ ടീച്ച്, എന്തുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറയണ നീ പഠിപ്പിക്കണ്ട. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വൈ കാണ്ട് ഐ ടീച്ച്, എന്തുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, വൈ കാണ്ട് ഐ ടീച്ച്, വൈ കാണ്ട് ഐ ടീച്ച്, വൈ കാണ്ട് ഐ കോൾ. ഒരാളിനോട് പറയാം നീ അവനെ വിളിക്കരുത്, അപ്പൊ വൈ കാണ്ട് ഐ കോൾ, എന്തുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റില്ല, എന്തുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റില്ല, വൈ കാണ്ട് ഐ കോൾ. എല്ലാം ഒരേപോലെ തന്നെയാണ്. വൈ കാണ്ട് ഐ ഇൻവൈറ്റ്, എന്തുകൊണ്ട് എനിക്ക് ക്ഷണിക്കാൻ പറ്റില്ല, വൈ കാണ്ട് ഐ ബ്രിങ്, എന്തുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതാണ് ഇല്ല എന്നുള്ളത്, കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അല്ലെ വൈ കാൺ വി ഹെൽപ്പ്, എന്തുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റില്ല, വൈ കാൺ വി ഹെൽപ്പ് ദം, വൈ കാൺ വി ഹെൽപ്പ് ദം, എന്തുകൊണ്ട് അവരെ നമുക്ക് സഹായിക്കാൻ പറ്റില്ല, വൈ കാൺ വി ടീച്ച് ദം, എന്തുകൊണ്ട് നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റില്ല, അവരെ എന്തുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ പറയാം. ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. നമുക്ക് ഇവിടെ ചാടിക്കളയാം. വൈ കാണ്ട് ഹി ഹെൽപ്പ്, വൈ കാണ്ട് ഹി ഹെൽപ്പ് us, അവനെ എന്തുകൊണ്ട് നമ്മെ സഹായിച്ചു, അവനെ നമ്മളൊന്നും സഹായിക്കുന്നില്ല. വൈ കാണ്ട് ഹി ഹെൽപ്പ് us, വൈ കാണ്ട് ഹി ഹെൽപ്പ് us, വൈ കാണ്ട് ഹി ഹെൽപ്പ് us, അവൻ എന്തുകൊണ്ട് നമ്മളെ, അസ് അല്ലെ, US അസ്, നമ്മളെ എന്നുള്ള വാക്കാണ് നമുക്കറിയാം. വൈ കാണ്ട് ഹി ഹെൽപ്പ് us, വൈ കാണ്ട് ഹി കോൾ us, എന്തുകൊണ്ട് അവൻ നമ്മെ വിളിക്കാൻ പറ്റില്ല, വൈ കാണ്ട് ഹി കോൾ us, എന്തുകൊണ്ടാണ് അവനെ നമ്മളെ വിളിക്കാൻ പറ്റാത്തത്, വൈ കാണ്ട് ഹി കോൾ us, വൈ കാണ്ട് ഹി ഇൻവൈറ്റ്, എന്തുകൊണ്ട് അവനെ ക്ഷണിച്ചുകൂടാ, വൈ കാണ്ട് ഹി ബ്രിങ്, എന്തുകൊണ്ട് അവന് കൊണ്ടുവന്നുകൂടാ. ഇതൊക്കെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇതൊക്കെ പറയാം. വൈ കാണ്ട് ദേ ടീച്ച്, അവർക്ക് എന്തുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല, വൈ കാണ്ട് ദേ കോൾ, എന്തുകൊണ്ട് അവർക്ക് വിളിക്കാൻ പറ്റില്ല, വൈ കാണ്ട് ദേ ഇൻവൈറ്റ്, എന്തുകൊണ്ട് അവർക്ക് ക്ഷണിക്കാൻ പറ്റില്ല, വൈ കാണ്ട് ദേ ബ്രിങ്, എന്തുകൊണ്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം ഒരേപോലെയാണ്. കുഡ്, വൈ കുഡ് ദേ ഹെൽപ്പ്, അങ്ങനെയൊന്നും നമ്മൾ സാധാരണ പറയാറില്ല. നെഗറ്റീവ് പറയും. വൈ കുഡിന്റ് യു ഹെൽപ്പ്, നിനക്ക് എന്തുകൊണ്ടാണ് സഹായിക്കാൻ പറ്റാഞ്ഞത്, നിനക്ക് എന്തുകൊണ്ടാണ് സഹായിക്കാൻ കഴിയാഞ്ഞത്. നമ്മൾ മലയാളത്തിൽ അതിന്റെ അർത്ഥം പിടികിട്ടിയാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. എന്തുകൊണ്ട് നിനക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് നിനക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല, വൈ കുഡിന്റ് യു ഹെൽപ്പ്, വൈ കുഡിന്റ് യു ഹെൽപ്പ്, എന്തുകൊണ്ട് നിനക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല, വൈ കുഡിന്റ് യു ഹെൽപ്പ് ദം, വൈ കുഡിന്റ് യു ഹെൽപ്പ് ദം, വൈ കുഡിന്റ് യു ഹെൽപ്പ് ദം, വൈ കുഡിന്റ് യു ടീച്ച് ദം, നിനക്ക് എന്തുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ പറ്റിയില്ല, വൈ കുഡിന്റ് യു ടീച്ച് ദം, വൈ കുഡിന്റ് യു കോൾ ദം, വൈ കുഡിന്റ് യു ഇൻവൈറ്റ് ദം, വൈ കുഡിന്റ് യു ബ്രിങ് ദം, എന്തുകൊണ്ട് നിനക്ക് അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല, വൈ കുഡിന്റ് യു ബ്രിങ് ദം. പിടികിട്ടിയല്ലേ, ഒരേപോലെയാണ് എല്ലാം നമുക്ക് പറയാൻ പറ്റേ. വേറെ നമുക്ക് ഹി വെച്ച്, വൈ കുഡിന്റ് ഹി ഹെൽപ്പ്, അവൻ എന്തുകൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞില്ല, കുഡിന്റാണ് നയിക്കുന്നത്, അപ്പൊ ഫാസ്റ്റാ. വൈ കുഡിന്റ് ഹി ഹെൽപ്പ്, എന്തുകൊണ്ട് അവന് സഹായിക്കാൻ പറ്റിയില്ല, വൈ കുഡിന്റ് ഹി ടീച്ച്, എന്തുകൊണ്ട് അവന് പഠിപ്പിക്കാൻ പറ്റിയില്ല, വൈ കുഡിന്റ് ഹി കോൾ, എന്തുകൊണ്ട് അവന് വിളിക്കാൻ പറ്റിയില്ല, വൈ കുഡിന്റ് ഹി ഇൻവൈറ്റ്, എന്തുകൊണ്ട് അവന് ക്ഷണിക്കാൻ കഴിഞ്ഞില്ല, വൈ കുഡിന്റ് ഹി ബ്രിങ്, എന്തുകൊണ്ട് അവനെ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇതെല്ലാം ഒരേപോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പാറ്റേൺ ഘടന ഒരേപോലെയാണ്. അപ്പൊ നമുക്ക് ഇതേയും കൂടി ഒന്നും വെറുതെ ഓടിച്ചു നോക്കാം. വൈ കുഡിന്റ് ദേ ഹെൽപ്പ് us, വൈ കുഡിന്റ് ദേ ഹെൽപ്പ് us, നമ്മളൊരു അർത്ഥം കൂടുതൽ കിട്ടാൻ വേണ്ടി എന്തുകൊണ്ട് അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട് അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിഞ്ഞില്ല, വൈ കുഡിന്റ് ദേ ഹെൽപ്പ് us, വൈ കുഡിന്റ് ദേ ടീച്ച് us, എന്തുകൊണ്ട് അവർക്ക് നമ്മെ പഠിപ്പിക്കാൻ പറ്റിയില്ല, എന്തുകൊണ്ടാണ് അവർക്ക് നമ്മെ പഠിപ്പിക്കാൻ പറ്റാഞ്ഞത്. നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഒരേ വാചകം ഇംഗ്ലീഷിൽ, വൈ കുഡിന്റ് ദേ ടീച്ച്, വൈ കുഡിന്റ് ദേ ബ്രിങ് us, എന്തുകൊണ്ട് അവർക്ക് നമ്മെ കൊണ്ടുവരാൻ പറ്റിയില്ല, എന്തുകൊണ്ടാണ് അവർക്ക് നമ്മെ കൊണ്ടുവരാൻ പറ്റാഞ്ഞത്. അങ്ങനെയൊക്കെ നമുക്ക് മലയാളത്തിൽ പല രീതിയിൽ ചോദിക്കാൻ പറ്റും. ഇതെല്ലാം ഇംഗ്ലീഷിൽ വൈ. അപ്പൊ വൈ എന്നുള്ള വാക്ക് കാണുകയായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ഇതൊക്കെ പഠിച്ചാൽ ഇത് എളുപ്പമാണ്. പിന്നെ ഒരു പ്രത്യേകത നമുക്ക് ഇത് നെഗറ്റീവിന്റെ കൂടെ വൈ ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻ വേർഡ്സും നെഗറ്റീവിന്റെ കൂടെ ഉപയോഗിക്കില്ല ഇംഗ്ലീഷിൽ. അപ്പൊ വൈ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം കിട്ടിയാൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ഭാഷ പഠിക്കാൻ പറ്റും. പിന്നെ പ്രാക്ടീസ് ചെയ്യുക. ഒരാളെ കൂടി കിട്ടിയാൽ ഒരാൾ മലയാളം പറയുന്നു, മറ്റേ ആൾ ഇംഗ്ലീഷ് പറയുന്നു, തെറ്റ് പറയാതെ പഠിച്ചാൽ മതി. ഓൾ ദ ബെസ്റ്റ്.